Z5 വന്നിട്ടുള്ള ഏറ്റവും പുതിയ മലയാളം സീരീസ് ആയിട്ടുള്ള കാസർഗോഡ് എംബസിയിൽ അതിന്റെ അവസാന ഭാഗത്തേക്ക് നടൻ ദീപക് പറമ്പോൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഞാൻ കരുതിയത് ഞാൻ ചെറിയ ക്രിമിനൽസിനെയൊക്കെ കണ്ടുപിടിക്കാനാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷെ വലിയൊരു മാഫിയയുടെ വളരെ അടുത്ത് വരെ ഞാൻ എത്തി എന്നൊക്കെ. ആ ഒരു ഡയലോഗോടുകൂടി സീരീസ് അവസാനിക്കുമ്പോൾ കണ്ടിരിക്കുന്ന നമുക്ക് തോന്നുക, ഇതൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലുള്ള മാഫിയയുടെ ഒരു നിലവാരം എന്നാണ്. ഹീരജ് രചന നിർവഹിച്ചിട്ടുള്ള ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ തോന്നുക, ഏതോ ഒരു ഇംഗ്ലീഷ് സീരീസോ മൂവിയോ കണ്ടിട്ടുള്ള ഹാങ് ഓവറിൽ പെട്ടെന്ന് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണ് ഇത് എന്നാണ്. അധോലോക ആൾക്കാരുടെ സിൻഡിക്കേറ്റ് എന്നൊക്കെ വലിയ വലിയ വാക്കുകളും കോൺസെപ്റ്റുകളും ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചഴിച്ചിട്ട് എന്തോ വലിയൊരു സെറ്റപ്പാണ് എന്നൊക്കെ കാണിക്കാനാണ് ആഗ്രഹം. പക്ഷെ നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള കുറേ ഗ്യാങ്സ്റ്റർ പടങ്ങളിലെ അല്ലെങ്കിൽ സീരീസുകളിലെയൊക്കെ എലമെന്റുകൾ ചുരണ്ടിക്കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് കോണ്ടന്റ് ആണ് മൊത്തത്തിൽ കാസർഗോഡ് എംബസി. കാസർഗോഡ് നിന്നുള്ള രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള അസി, ചെമ്മു എന്നിവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഈ കഥ അവർ പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് സാധനം വിറ്റ് ജീവിക്കുന്ന അവരുടെ അമ്മാവന്റെ കൂടെയാണ് അവർ അവിടെ താമസിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുന്നത് കുറേ പൈസ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റോയ് എന്നൊരാൾ അവരെ ആ ബിസിനസ്സിലേക്ക് വിളിക്കും. അത് ഈ രണ്ടുപേരെയും എവിടെയൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നതാണ് ഈ സീരീസിലൂടെ നമ്മൾ കാണുന്നത്. ഒരു 8-10 എപ്പിസോഡുള്ള എല്ലാ എപ്പിസോഡിനും ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് നീളമുള്ള ഒരു സീരീസ് നമ്മൾ കുത്തിയിരുന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ സംസാര രീതിയിലും മറ്റും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുറച്ച് നേരത്തേക്ക് ഉണ്ടാകും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഒരു റീല് കണ്ടിട്ടുണ്ടാകും, ബ്രിഡ്ജറ്റൺ എന്ന സീരീസ് കണ്ടിട്ട് ആളുകൾ ബ്രിട്ടീഷ് ആക്സന്റിലൊക്കെ സംസാരിക്കുന്നത്. കാസർഗോഡ് എംബസിയുടെ റൈറ്റർ ഈ സീരീസ് എഴുതുന്നതിന് മുന്നെയോ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ അതുപോലെ ഏതോ ഒരു ഇംഗ്ലീഷ് സീരീസ് ഇരുന്ന് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് കയറി വരുന്നുണ്ട് വ്യാജ പാസ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ. കഴിഞ്ഞ ആഴ്ച വരെ അമേരിക്കയിൽ NYPD പണിയെടുത്തിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് പോസ്റ്റിംഗ് കിട്ടി വന്നതുപോലെയാണ് പല സ്ഥലത്തും ഇവർ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. രണ്ട് മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇതിൽ പല സ്ഥലത്തും ഇവരുടെ കോൺവെർസേഷൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ തുടരുന്നത് അൺഇൻറ്റൻഷണൽ കോമഡി ലെവലിൽ പലപ്പോഴും എത്തുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സ് സ്ക്രീനിൽ വന്നാൽ മിക്കവാറും സമയത്ത് ഇങ്ങനെ ക്യാരക്ടേഴ്സിന് മാച്ച് ആകാത്ത ഇംഗ്ലീഷ് ഡയലോഗുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു എപ്പിസോഡിന് ക്രെഡിറ്റ്സ് അടക്കം മിനിമം 20 മിനിറ്റ് ഒപ്പിക്കാൻ സീരീസ് സാമാന്യം കഷ്ടപ്പെടുന്നുണ്ട്. പല സ്ഥലത്തും ആ നീളം ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പാട്ടൊക്കെ കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. വേൾഡ് ബിൽഡിംഗ് ഒക്കെ അങ്ങേയറ്റം ജനറിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ ഒരു നിലവാരക്കുറവ് കാരണം പലപ്പോഴും ഇതിലെ ഭീകരന്മാരാണ് എന്ന് അവർ സ്ഥാപിക്കാൻ നോക്കുന്ന കഥാപാത്രങ്ങളെ പോലും കണ്ടാൽ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാൻ തോന്നുന്നില്ല. മാർക്കോയിൽ വന്ന് പേടിപ്പിച്ച കബീർ ദുഹാൻ സിംഗ് പോലും അത്ര പേടിപ്പിക്കുന്ന ഒരു ഫിഗറായിട്ട് ഇവിടെ കാണുമ്പോൾ തോന്നുന്നില്ല. ഈ കബീർ ദുഹാൻ സിംഗ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെ ഫോണിൽ വിളിച്ചിട്ട് പേടിപ്പിക്കുന്ന ഒരു സിൻഡിക്കേറ്റ് ആളുണ്ട്. ആ ഡയലോഗൊക്കെ പറയുന്ന ഒരു ടോൺ കേട്ട് കഴിഞ്ഞാൽ ഈ സീരീസ് സ്പൂഫാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. സീരീസിന്റെ അവസാനത്തേക്ക് ഈ 2 പയ്യന്മാരിൽ ഒരാൾ മറ്റേ ആളോട് നീ രക്ഷപ്പെടാൻ നോക്ക്, ഞാനിവിടെ നിന്നോളാം എന്ന ടൈപ്പ് ഒരു വർത്താനം പറയുന്നുണ്ട്. അവൻ അങ്ങനെ സാക്രിഫൈസ് ചെയ്യാനുള്ളതിന്റെ കാരണമായിട്ട് പറയുന്ന സംഗതിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ റൈറ്റർ ഭയങ്കര ഇന്റലക്ച്വൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് പോലെ തോന്നി. മോശം എഴുത്തിനെ പെർഫോമൻസ് കൊണ്ട് മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പറവയിലുണ്ടായിരുന്ന ഗോവിന്ദ് പയ്യും സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള അബു സലിമുമാണ് ഇതിലെ അസി, ചെമ്മു എന്നീ ക്യാരക്ടറുകളെ ചെയ്തിട്ടുള്ളത്. തരക്കേടില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും എഴുതി വെച്ചിട്ടുള്ള ഡയലോഗുകൾ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അവർക്ക് തന്നെ കൺഫ്യൂഷനുള്ള ഒരു ഫീലാണ് കാണുമ്പോൾ കിട്ടുന്നത്. കബീർ ദുഹാൻ സിംഗിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിലും കുറേ നേരം ഇങ്ങനെ സൗന്ദര്യ പ്രദർശനം നടത്താനുള്ള അവസരം സീരീസ് കൊടുക്കുന്നുണ്ട്. കുറെ ആറ്റിറ്റ്യൂഡ് സ്ഥായിയായ പുച്ഛത്തിന്റെ കൂടെ ഇട്ട് കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് കാണാതെ പഠിച്ച് പറയുന്ന ഉദ്യോഗസ്ഥനായിട്ടാണ് ദീപക് പറമ്പോൽ വന്നിരിക്കുന്നത്. ദീപകിന്റെ മേലുദ്യോഗസ്ഥനായിട്ടും കീഴുദ്യോഗസ്ഥനായിട്ടും വന്ന ആളുകളുടെയും പെർഫോമൻസ് ഇതേപോലെ തന്നെയായിരുന്നു. റോണി ഡേവിഡ് തനിക്ക് കിട്ടിയ കഥാപാത്രത്തിലൂടെ കാസർഗോഡ് സ്ലാങ് ഒന്ന് പിടിക്കാൻ നോക്കുന്നുണ്ട്. ഒരു കാരിക്കേച്ചർ അമ്മാവൻ കഥാപാത്രത്തെയാണ് സുധീഷ് അവതരിപ്പിക്കുന്നത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഉഴപ്പും പിന്നെ മൊത്തത്തിൽ ചീത്ത പറയാൻ പോലും ഒന്നുമില്ല എന്ന ലെവലിലുള്ള ഇതിന്റെ ഒരു ഉള്ളടക്കവും കാരണം ഇതിന്റെ തിരക്കഥ എഴുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഇതിന് റിവ്യൂ എഴുതുന്നതാണ്. നെറ്റ്ഫ്ലിക്സും ആമസോണും പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊന്നും മലയാളത്തിൽ സീരീസ് ഫോർമാറ്റിലുള്ള കോണ്ടന്റുകൾ കമ്മീഷൻ ചെയ്യുന്നില്ല. ആകപ്പാടെ സീരീസുകൾ വരുന്ന ഹോട്ട്സ്റ്റാറിലെയും സോണി ലിവിലെയും കണ്ടന്റുകൾക്ക് മിനിമം ഒരു നിലവാരം ഉണ്ടാവാറുണ്ട്. പക്ഷെ കമ്മട്ടം അടക്കം Z5 വരുന്ന സീരീസ് കോണ്ടന്റ് ഒരുമാതിരി മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോസ് ഗ്രീൻലൈറ്റ് ചെയ്യുന്ന Z5 ആളുകൾ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയുമായിരുന്നു ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്